ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഒന്നാലോചിച്ചു നോക്കൂ. നിങ്ങളൊരു സ്റ്റേജിൽ നിൽക്കുകയാണ്. മുന്നിൽ ഒരുപാട് ആളുകൾ നിങ്ങളെ തന്നെ നോക്കിയിരിക്കുന്നു. പെട്ടെന്ന് നെഞ്ചിടിപ്പ് കൂടുന്നു, കൈയൊക്കെ വിറയ്ക്കുന്നു. പറയാൻ വന്ന വാക്കുകളാണെങ്കിൽ തൊണ്ടയിൽ കുരുങ്ങിപ്പോകുന്നു. ഈയൊരവസ്ഥ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? പേടിക്കണ്ട, ഇന്ന് നമ്മൾ ഈ ഭയത്തിനെ ഒരു സൂപ്പർ പവറാക്കി മാറ്റാൻ പോവുകയാണ്. അതെ, പ്രസംഗകലയിൽ മിടുക്കരാകാൻ വേണ്ട ഒരു അടിപൊളി ടൂൾ കിറ്റ് നമുക്ക് ഒരുമിച്ചുണ്ടാക്കിയെടുക്കാം. സത്യം പറഞ്ഞാൽ സ്റ്റേജിൽ കയറി മൈക്കിന് മുന്നിൽ നിൽക്കുമ്പോൾ ഒരു പേടി തോന്നുന്നത് വളരെ സാധാരണമായൊരു കാര്യമാണ്. നിങ്ങൾ ഒറ്റയ്ക്കല്ല കേട്ടോ, ലോകത്ത് ഒരുപാട് ആളുകൾക്ക് ഈ പേടിയുണ്ട്. പക്ഷേ ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു സ്കില്ലാണ്. പ്രാക്ടീസിലൂടെ ആർക്കും മാറ്റിയെടുക്കാൻ പറ്റുന്നൊന്ന്. അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഒരു കാര്യം മനസ്സിൽ വെക്കണം, ആരും ഒരു അടിപൊളി പ്രസംഗകനായിട്ടല്ല ജനിക്കുന്നത്. ഇതൊക്കെ നമ്മൾ പഠിച്ചെടുക്കുന്ന കാര്യങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കഴിവ് പഠിച്ചെടുത്താൽ കിട്ടുന്ന കോൺഫിഡൻസ് അത് വേറെ ലെവലാണ്. പിന്നെ നോക്കിക്കോ, ഓഫീസിലെ മീറ്റിംഗിൽ നിങ്ങളുടെ ഐഡിയ ധൈര്യമായിട്ട് പറയാൻ പറ്റും. അല്ലെങ്കിൽ ഒരു കല്യാണത്തിന് ആശംസ പറയാൻ ആരും വിളിക്കാതെ തന്നെ നിങ്ങൾ മുന്നോട്ട് വരും. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലും കരിയറിലും ഇതൊരു വലിയ മാറ്റം കൊണ്ടുവരും, ഉറപ്പാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പബ്ലിക് സ്പീക്കിംഗ് ഇത്ര വലിയൊരു സംഭവമാകുന്നത്? നമുക്ക് ആദ്യം അതൊന്ന് നോക്കാം. നോക്കൂ, ഒരു വലിയ പ്രസംഗകനാകാൻ വേണ്ടി മാത്രമല്ല നമ്മളിത് പഠിക്കുന്നത്. നിങ്ങളുടെ ഓഫീസിലെ ഒരു ചെറിയ പ്രസന്റേഷൻ അല്ലെങ്കിൽ ഒരു സുഹൃത്തിന്റെ കല്യാണത്തിന് 2 വാക്ക് സംസാരിക്കാൻ, അവിടെയൊക്കെ ഈ കഴിവ് നിങ്ങളെ ശരിക്കും സഹായിക്കും. നിങ്ങളുടെ കോൺഫിഡൻസ് കൂട്ടും, നിങ്ങളുടെ ആശയങ്ങൾ ആളുകളിലേക്ക് കൃത്യമായി എത്തിക്കാൻ പറ്റും. ചുരുക്കത്തിൽ ഇതൊരു വലിയ മുതൽക്കൂട്ട് തന്നെയാണ്. അപ്പോൾ ശരി, ഇതാ വരുന്നു നമ്മുടെ സ്പീക്കിംഗ് കിറ്റ്. ഒരു കിടിലൻ പ്രസംഗകനാകാൻ വേണ്ട 5 ടൂൾസ്. സ്റ്റേജിൽ എങ്ങനെ നിൽക്കണം എന്നത് തൊട്ട് കേൾക്കുന്നവരുമായി എങ്ങനെ കണക്ട് ചെയ്യാമെന്നതുവരെ നമുക്ക് ഓരോന്നായിട്ട് വിശദമായിട്ട് നോക്കിയാലോ? ഓക്കേ, നമ്മുടെ ടൂൾ കിറ്റിലെ ആദ്യത്തെ ഐറ്റം നിങ്ങളുടെ സ്റ്റേജ് പ്രസൻസ്. അതായത് നിങ്ങൾ സ്റ്റേജിലേക്ക് കയറി വരുമ്പോഴുള്ള ആ ഒരു ഇമ്പാക്റ്റ്. നിങ്ങൾ സംസാരിച്ചു തുടങ്ങുന്നതിന് മുൻപേ ആളുകൾ നിങ്ങളെ ശ്രദ്ധിച്ചു തുടങ്ങും, അല്ലേ? അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഒരു നല്ല സ്റ്റേജ് പ്രസൻസ് ഉണ്ടാക്കാൻ 3 സിമ്പിൾ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്നാമത്തേത് കോൺഫിഡൻസ്. അതെങ്ങനെ കിട്ടും? നിങ്ങൾക്കിഷ്ടമുള്ള, നന്നായി അറിയാവുന്ന ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുക. അപ്പോൾ കോൺഫിഡൻസ് താനേ വരും. രണ്ടാമത്തേത് ഒരു ചെറിയ പുഞ്ചിരി. അതൊരു കണക്ഷൻ ഉണ്ടാക്കും. നിങ്ങളും റിലാക്സ്ഡ് ആവും, കേൾക്കുന്നവരും റിലാക്സ്ഡ് ആവും. മൂന്നാമത്തേത് നിങ്ങളുടെ ആവേശം. നിങ്ങൾ പറയുന്ന വിഷയത്തിൽ നിങ്ങൾക്കുള്ള എനർജി ആളുകളിലേക്ക് എത്തണം. അത്രയുള്ളൂ. അടുത്തത് രണ്ടാമത്തെ ടൂൾ. ഒരു പ്രസംഗകന്റെ ഏറ്റവും പവർഫുള്ളായ ആയുധം മറ്റൊന്നുമല്ല, നമ്മുടെ ശബ്ദം തന്നെ. അപ്പോൾ ഈ ശബ്ദത്തെ എങ്ങനെ സൂപ്പറായി ഉപയോഗിക്കാമെന്ന് നോക്കാം. ഒരു നല്ല പവർഫുൾ വോയിസിന്റെ സീക്രട്ട് എന്താണെന്നറിയോ? ശരിയായ ബ്രീതിംഗ് ആണ്. സാധാരണ നമ്മൾ നെഞ്ച് വികസിപ്പിച്ചാണല്ലോ ശ്വാസമെടുക്കുന്നത്. അതിനു പകരം ഈ പാട്ടുകാരൊക്കെ ചെയ്യുന്നതുപോലെ വയറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഡയഫ്രത്തിൽ നിന്ന് ശ്വാസമെടുക്കാൻ ശ്രമിക്കണം. ഒരു കൈ വയറ്റിൽ വെച്ച് നോക്കൂ. ശ്വാസമെടുക്കുമ്പോൾ വയർ മുന്നോട്ട് വരണം, ശ്വാസം വിടുമ്പോൾ ഉള്ളിലേക്ക് പോകണം. ഇങ്ങനെ ചെയ്താൽ ടെൻഷൻ കുറയും, ശബ്ദത്തിന് നല്ലൊരു ബേസും കിട്ടും. അപ്പോൾ ഈ ബ്രീത്തിങ് കറക്റ്റ് ആയാൽ മാത്രം മതി നിങ്ങളുടെ ശബ്ദത്തിന്റെ 3 കാര്യങ്ങൾ നമ്മുടെ കൺട്രോളിലാകും. 1. ടോൺ, അതായത് നിങ്ങളുടെ ശബ്ദത്തിന്റെ ക്വാളിറ്റി. 2. പിച്ച്, അതായത് ശബ്ദത്തിന്റെ കയറ്റിറക്കങ്ങൾ. 3. വോളിയം, അതായത് ശബ്ദത്തിന്റെ ഉച്ചം. ഈ 3 കൂടി പാകത്തിന് ചേർത്താൽ നിങ്ങളുടെ സംസാരം കേട്ടിരിക്കാൻ തന്നെ ഒരു രസമായിരിക്കും. അടുത്തത് നമ്മുടെ മൂന്നാമത്തെ ടൂൾ, ബോഡി ലാംഗ്വേജ് അല്ലെങ്കിൽ ശരീരഭാഷ. നമ്മൾ വാക്കുകൾ കൊണ്ട് മാത്രമല്ലല്ലോ സംസാരിക്കുന്നത്, അല്ലേ? നമ്മുടെ ശരീരം പോലും ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ബോഡി ലാംഗ്വേജിൽ എന്തൊക്കെ ശ്രദ്ധിക്കാം? ഒന്നാമതായി നല്ല നിവർന്നു നിൽക്കുക. അതൊരു കോൺഫിഡൻസിന്റെ ലക്ഷണമാണ്. പിന്നെ ഈ കൈകൾ എന്ത് ചെയ്യുമെന്നൊരു കൺഫ്യൂഷൻ വരുമല്ലേ? പേടിക്കണ്ട, വെറുതെ സൈഡിലിടുകയോ മുന്നിൽ പതിയെ കോർത്തു പിടിക്കുകയോ ചെയ്യാം. പോയിന്റുകൾ പറയുമ്പോൾ ചെറിയ രീതിയിൽ കൈകൾ ചലിപ്പിക്കാം. ഏറ്റവും പ്രധാനം നിങ്ങളുടെ മുഖഭാവമാണ്. നിങ്ങൾ പറയുന്ന കാര്യം നിങ്ങളുടെ മുഖത്തെ ഭാവവും തമ്മിലൊരു ചേർച്ച വേണം. സന്തോഷമുള്ള കാര്യം പറയുമ്പോൾ മുഖത്തൊരു ചിരി വേണ്ടേ? ഇനി 4ാമത്തെ ടൂൾ, ഡെലിവറി. അതായത് നിങ്ങളുടെ അവതരണ രീതി. നിങ്ങളുടെ കയ്യിൽ എത്ര നല്ല ഐഡിയ ഉണ്ടായിട്ടും കാര്യമില്ല. അത് ആളുകളിലേക്ക് ശരിയായി എത്തിക്കാൻ പറ്റിയില്ലെങ്കിൽ എല്ലാം പോയില്ലേ? അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രസംഗിക്കുമ്പോൾ എല്ലാവർക്കും പറ്റുന്ന ഒരു പ്രധാന അബദ്ധമുണ്ട്. എന്താണെന്നോ? ഓട്ടപ്പാച്ചിൽ. ടെൻഷൻ വരുമ്പോൾ നമ്മളറിയാതെ സ്പീഡ് കൂടും. അപ്പോൾ ഈയൊരു കാര്യം ഓർത്തുവെച്ചോളൂ. ഞാനിത് വളരെ പതുക്കെയാണല്ലോ പറയുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കേൾക്കുന്നവർക്കത് കറക്റ്റ് സ്പീഡായിരിക്കും, ഉറപ്പ്. പിന്നൊരു കാര്യം, നിർത്താതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കരുത്. ഓരോ പോയിന്റ് കഴിഞ്ഞിട്ടും ഒരു ചെറിയ പോസ് കൊടുക്കുക. 1 സെക്കൻഡ് നേരത്തെ നിശ്ശബ്ദത. എന്തിനാണെന്നോ? നിങ്ങൾ പറഞ്ഞ കാര്യം കേൾക്കുന്നവർക്കൊന്ന് ദഹിപ്പിക്കണ്ടേ, ആലോചിക്കണ്ടേ? അപ്പോൾ ഓർക്കുക, ആ ചെറിയൊരു പോസിന് പോലും വലിയ ശക്തിയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പറയുന്നത് ആളുകൾക്ക് മനസ്സിലാവണം. അതാണല്ലോ പ്രധാനം.
അതുകൊണ്ട് വായിലിട്ട് പിറുപിറുക്കാതെ ഓരോ വാക്കും നല്ല വ്യക്തമായിട്ട് പറയാൻ ശ്രമിക്കുക. കണ്ണാടിയുടെ മുന്നിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് ഇതിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ആ എന്നൊക്കെയുള്ള സൗണ്ടുകളില്ലേ, നമ്മൾ സംസാരിക്കുമ്പോൾ അറിയാതെ പറഞ്ഞു പോകുന്നതാണ്. പക്ഷെ കേൾക്കുന്നവർക്കതൊരു ഡിസ്റ്റർബൻസ് ആണ്. അപ്പോൾ അടുത്ത വാക്ക് എന്താ പറയേണ്ടതെന്ന് ആലോചിക്കാൻ കുറച്ച് സമയം വേണമെങ്കിൽ ആ പറയുന്നതിനു പകരം ഒരു സെക്കൻഡ് മിണ്ടാതിരിക്കുക. ആ സൈലൻസ് നിങ്ങളുടെ സംസാരത്തിന് കുറച്ചുകൂടി ഒരു ഗൗരവം തരും. ഒരേ ടോണിൽ ഒരു മെഷീൻ പറയുന്നത് പോലെ പറഞ്ഞുകൊണ്ടിരുന്നാൽ എന്താവും? കേൾക്കുന്നവരൊക്കെ ഉറങ്ങിപ്പോവും, അല്ലേ? അതുകൊണ്ട് സംസാരത്തിൽ കുറച്ച് കയറ്റിറക്കങ്ങളൊക്കെ വേണം. ഒരു കഥ പറയുന്നത് പോലെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ ശബ്ദം കുറച്ചൊന്ന് ഉയർത്തുക, ചിലപ്പോൾ ഒരു രഹസ്യം പറയുന്ന പോലെ ശബ്ദം താഴ്ത്തുക. ഈ മാറ്റങ്ങളാണ് നിങ്ങളുടെ സംസാരത്തിന് ഒരു ജീവൻ കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ നമ്മുടെ ടൂൾ കിറ്റിലെ അവസാനത്തെ പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ടൂളിലേക്ക് എത്തിയിരിക്കുന്നു. ഓർക്കുക, നമ്മൾ സംസാരിക്കുന്നത് ഒരു ചുമരിനോടല്ല, ജീവനുള്ള മനുഷ്യരോടാണ്. അപ്പോൾ അവരുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ എങ്ങനെയാണ് ഈ കണക്ഷൻ ഉണ്ടാക്കുന്നത്? കുറച്ച് സിമ്പിൾ വഴികളുണ്ട്. സംസാരിച്ചു തുടങ്ങുമ്പോൾ തന്നെ അവരെ നോക്കിയൊന്ന് ചിരിക്കുക. ഇതൊരു പ്രസംഗമാണെന്ന് വിചാരിക്കേണ്ട, അവരുമായി സംസാരിക്കുകയാണെന്ന് കരുതുക. ഇടയ്ക്ക് ആളുകളുടെ കണ്ണിൽ നോക്കി സംസാരിക്കാൻ ശ്രമിക്കുക. ഒരാളെ തന്നെ നോക്കാതെ പലരെയും നോക്കുക. അവരുടെ മുഖഭാവങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ ആളുകളെ ശ്രദ്ധിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാകും. അവരും നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്, പക്ഷെ വാക്കുകൾ കൊണ്ടല്ല, അവരുടെ ബോഡി ലാംഗ്വേജിലൂടെ. അവർ പുഞ്ചിരിക്കുന്നുണ്ടോ, തലയാട്ടുന്നുണ്ടോ, എങ്കിൽ നിങ്ങൾ ട്രാക്കിലാണ്. നേരെ മറിച്ച് ആളുകൾ ഫോണിൽ നോക്കുകയോ കോട്ടുവായിടുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു അപായ സൂചനയാണ്. അപ്പം തന്നെ നിങ്ങളുടെ അവതരണത്തിൽ ചെറിയൊരു മാറ്റം വരുത്തണം. ചിലപ്പോൾ ഒരു ചോദ്യം ചോദിക്കാം, അല്ലെങ്കിൽ ഒരു ചെറിയ കഥ പറയാം. അപ്പോൾ ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് ടൂൾ കിറ്റ്. ഒന്നുകൂടെ ഓർത്തെടുക്കാം. നല്ലൊരു സ്റ്റേജ് പ്രസൻസ്, കൺട്രോൾഡായ ശബ്ദം, ശരിയായ ബോഡി ലാംഗ്വേജ്, ഒരു മികച്ച ഡെലിവറി, പിന്നെ കേൾക്കുന്നവരുമായി ഒരു കണക്ഷൻ. ഈ 5 ടൂൾസും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഏതു സ്റ്റേജും നിങ്ങൾക്ക് ധൈര്യമായി നേരിടാം. അതുകൊണ്ട് ഇനി എപ്പോഴെങ്കിലും സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയാൽ അതിനെ ഒരു പേടിയോടെയല്ല കാണേണ്ടത്. നിങ്ങളുടെ ആശയങ്ങൾ, നിങ്ങളുടെ ചിന്തകൾ, അത് ലോകത്തോട് പറയാൻ കിട്ടുന്നൊരു വലിയ അവസരമായിട്ട് കാണുക. അതിന് വേണ്ട ടൂൾസ് ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ അടുത്ത തവണ നിങ്ങൾ എന്താണ് പറയാൻ പോകുന്നത്? ലോകം നിങ്ങളെ കേൾക്കാൻ റെഡിയാണ്. ഓൾ ദ ബെസ്റ്റ്.